ഹേമ കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട മൊഴി കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ്, ആക്ടർ, അവരെന്നോട് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു, ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയുകയും അദ്ദേഹം അത് വളരെ കൃത്യമായി അന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ അതിന് കുറേ കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് ചർച്ചയിലേക്ക് വന്നത്. അപ്പോൾ പല കാര്യങ്ങളും അതിൽ ചില ആളുകളുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അത് സിനിമാ ലോകത്ത് മാത്രമല്ല കേട്ടോ, ഏത് കോർപ്പറേറ്റ് മേഖലയിൽ പോയാലും ഏത് തൊഴിലിടത്തും സ്ത്രീകളെ മിസ്ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ആസ് എ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇടപെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് വളരെ ഗുരുതരമായി, ഇപ്പോൾ പല മൊഴികളും രഹസ്യമായിട്ട് കൊടുത്ത മൊഴികളാണ്, നമ്മൾക്ക് അറിയാത്ത മൊഴികളാണ്, അത് ക്യാപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലങ്ങനെ അവർക്കെതിരെ വേർതിരിവ് ഉണ്ടായിട്ടില്ലെങ്കിൽ, അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാസ്റ്റിംഗ് കൗച്ച് പോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നടപടിയെടുക്കണം. അതൊരു പ്രോഗ്രസീവായിട്ടുള്ള, ഇപ്പോൾ പല ആൾക്കാർക്കും ബാത്റൂംസ് ഇല്ലാതെ, പല ആളുകൾക്കും അവർക്ക് എന്താ പറയുക, അവരുടെ ക്യാരവൻ ഇല്ലാതെ, അവർക്ക് ഒരേ ഫിലിമിൽ അഭിനയിക്കുന്ന 2 ആർട്ടിസ്റ്റുകളോട് വ്യത്യസ്തമായ അഭിപ്രായം, ഭക്ഷണത്തിൽ വേർതിരിവ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിയിൽ ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഞങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും പരാതികൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോംസ് വഴി റേസ് ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലി പ്രതിപക്ഷ നേതാവായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്തത്. അത് തീർച്ചയായിട്ടും ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ പരിരക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ ആവശ്യം. ഞങ്ങൾ അവരോടൊപ്പമാണ്.